ഹലോ ഗൈസ്, അപ്പോൾ GTA 5 പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കും നമ്മുടെ GTA 5 ഒരു അടുത്ത വീഡിയോ ആയിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ മിഷനോ അതോ വല്ല മോഡോ അങ്ങനത്തെ പണിയൊന്നും ആയിട്ടില്ല ഗൈസ്. നമ്മൾ വരിക്കുന്ന ഒരു പരീക്ഷണത്തിനായിട്ടാണ്. അതായത് നമ്മളിപ്പോൾ റെയിൽ പാലത്തിലുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ ലോസ് ആൻഡോസിലെ ട്രെയിന്, നമ്മുടെ ലോസ് ആൻഡോസിലെ ഏത് വണ്ടിക്കാണ് നിർത്താൻ പറ്റാനുള്ളതാണ് ഗൈസ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ട്രെയിൻ നിർത്താൻ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്നാലും നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകട്ടെ ഗൈസ്. ഓക്കെ, അപ്പോൾ അവിടെ നോക്കുമ്പോൾ എന്തോ ട്രെയിൻ വരണ കാണാണ്ട് ഗൈസ്. പക്ഷേ ഈ ട്രെയിനിൽ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന ട്രെയിനിലാണ് ഗൈസ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ട്രെയിൻ എന്തായാലും ഇപ്പോൾ കയറിപ്പോട്ടെ. ആദ്യം തന്നെ ഈ ട്രെയിനിൻ്റെ സ്പീഡ് ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. എന്നിട്ട് അതിനനുസരിച്ചുള്ള കാർ എടുക്കണമായിരിക്കും നല്ല. അല്ലെങ്കിൽ വേറെ നിറയെ കാറ് വലിച്ചു വരെ ഇട്ടിട്ട് കാര്യം ഉണ്ടാവില്ല ഗൈസ്. അപ്പോൾ ഈ ട്രെയിൻ ഇന്ന് പോവുമോ? സത്യം പറഞ്ഞാൽ ട്രെയിനിന് അത്ര സ്പീഡില്ല കേട്ടോ. അതായത് കുറച്ച് സ്പീഡ് ഈ ട്രെയിനുള്ള, സാധാരണ അത്ര ഒന്നും ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. കണ്ടോ, നമ്മുടെ കാർ എടുത്ത് ഒറ്റ ഇതിൽ വിട്ടാൽ തന്നെ നമുക്ക് ആ ട്രെയിനിനെ വെട്ടിക്കാൻ പറ്റൂട്ടോ. അയ്യോ, കാറ് തിരിഞ്ഞ. ഓക്കെ, ഇതിന് അത്ര സ്പീഡില്ല. പക്ഷേ ഇത് നിർത്താൻ വെച്ചാൽ ഇമ്പോസിബിളാണ്. സ്പീഡില്ല പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിൻ്റെ പവർ അപാരമാണ് കേട്ടോ. ഇത് എന്ത് ചെയ്തിട്ട് നിർത്താൻ പറ്റില്ല. ബസ് സ്റ്റാൻഡ് താഴേക്ക് പോയല്ലോ. അയ്യോ, പെട്ടു. ഞാൻ ചെറുതായിട്ടൊന്ന് വീണാണ് ഗൈസ്. വണ്ടി ഇപ്പം എങ്ങനെയെങ്കിലും ഒന്ന് കയറ്റാൻ നോക്കട്ടെ കേട്ടോ, അവിടേക്ക് എത്തിക്കാം. ഓക്കെ, നമ്മൾ ഇവിടെ ആയിട്ടാണ് ഗൈസ് നമ്മുടെ പരീക്ഷണം ചെയ്യാൻ പോണത്. ഇവിടെ നമ്മുടെ വെഹിക്കിൾ വെച്ച് കൊടുക്കും. അപ്പോൾ ആ വെഹിക്കിളിനെ കൊണ്ട് നിർത്താൻ പറ്റിയ അത് സ്ട്രോങ്ങസ്റ്റ് ആണെന്നാണ് അർത്ഥം. നമ്മൾ വണ്ടി ഈ സൈഡിൽ വെക്കാം കേട്ടോ. അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഫ്രാങ്ക്ലിനെ നീക്കി നിർത്താം മീൻസ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മോഡൊക്കെ ആയിട്ടാണ് ഗൈസ് നമ്മൾ ചെയ്യണം. അതിന് നമുക്ക് സ്പോൺ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോണത് കേട്ടോ. അപ്പം അതിനുള്ള സെറ്റിങ്സൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്പൂണർ മോഡൊക്കെ ഒന്ന് ഓൺ ആക്കട്ടെ കേട്ടോ. സ്പൂണർ മോഡ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വെഹിക്കിൾ ഏതൊക്കെയാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോണത്. കാര്യം തന്നെ ഇപ്പോൾ ഏത് വണ്ടി എടുക്കും? മസിലാണ്ട് സൂപ്പർ കാർ എടുക്കണം. നമുക്ക് ചെറിയ വണ്ടി തന്നെ ആദ്യം തുടങ്ങാം കേട്ടോ ഗൈസ്. ഇപ്പോൾ ഏത് വണ്ടി എടുക്കും? ട്രക്ക് എന്നൊക്കെ തുടങ്ങിയ പണി കിട്ടുമെന്നാണ് തോന്നുന്നത്. അപ്പം ഓക്കെ, കുറച്ചും കൂടി വലിയ വണ്ടികൾ. ട്രെവറിൻ്റെ വണ്ടി നല്ല കേട്ടോ. ആദ്യം തന്നെ ട്രെവറിൻ്റെ വണ്ടി വെച്ച് നോക്കാം. ട്രെവറിൻ്റെ വണ്ടിയുടെ പവറൊന്നും അറിയാലോ ഗൈസ്. ട്രെവറിൻ്റെ വണ്ടിയിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ട്രെയിൻ ഇപ്പോൾ വരുന്നുണ്ട്. അവിടെ ഇനി വെച്ച് കൊടുക്കണ്ട കേട്ടോ. ആദ്യം നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ട്രെവറിൻ്റെ വണ്ടിയുടെ പവർ നമ്മൾ നോക്കാൻ പോണ്. ഗൈസ്, ആ വണ്ടി ട്രെവറിൻ്റെ വണ്ടി കൊണ്ട് പോയി ഗൈസ്. ആവും. അയ്യോ, ഇത് ഭയങ്കര നിർത്താൻ പോകണം കേട്ടോ. നമുക്ക് നോക്കട്ടെ കേട്ടോ. ട്രെയിൻ നമ്മൾ ഈ വേൾഡിൽ നിന്ന് ഇല്ലാണ്ടായി. അതാ കാറവിടെ കാണാനില്ലേ? ഈ കാറവിടെ നമ്മൾ കാറ് നൈസായിട്ട് അതാ കിടക്കണം. പൊട്ടി തിരിച്ചത് ഗൈസ്. നമ്മുടെ കാറ് നൈസായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇതെന്തായാലും ഈ സൈഡിൽ കിടക്കട്ടെ ഗൈസ്. എല്ലാം കൂടി അവസാനം എടുത്ത് കളയാം. നമുക്ക് അടുത്ത വണ്ടി ഏതാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യണ്ട ഗൈസ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാട്ടോ. വലിയ ടണലാണല്ലോ അത്. ഓക്കെ, എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത വണ്ടിയായിട്ട് ഇപ്പോൾ ഏതെടുക്കാം നോക്കട്ടെ കേട്ടോ. ഏതൊക്കെ വണ്ടികൾ നോക്കട്ടെ. ട്രെവറിൻ്റെ വണ്ടീനെ പോലത്തെ ഒരു വണ്ടിയെല്ലാം കിട്ടുമോ? ട്രെവറിൻ്റെ വണ്ടി പോലത്തെ നിറയെ വണ്ടികളുണ്ട് കേട്ടോ ലോസ് ആൻഡോസിൽ. അങ്ങനത്തെ വണ്ടി എമർജൻസി ഫയർ ട്രക്ക് നോക്കാം. ഫയർ ട്രക്ക് ആണോ അത് ആംബുലൻസ് അങ്ങനത്തെ സാധനമാണോ? ഈ വണ്ടി കൊള്ളാട്ടോ ഗൈസ്. പക്ഷെ അതിന് ലെങ്ത്ത് കുറവാണ്. ഇത് കൊള്ളാം ഗൈസ്. ഇത് പൊളിച്ചു. ഇത് കിടിലൻ സാധനം. ഇത് കറക്റ്റ് ലെങ്ത്ത്. നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം ഗൈസ്. ഓരോന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. ഇവിടെ രണ്ടെണ്ണം ഇരിക്കട്ടെ ഒരെണ്ണം. സെറ്റ്. ഓക്കെ, എനിക്ക് നീളമുള്ള വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അതാകുമ്പോൾ അവിടെ തടഞ്ഞു നിൽക്കും. മറ്റേ ആകുമ്പോൾ ഉള്ളിൽ കൂടെ എടുത്തിട്ടേ അത് അങ്ങനത്തെ സീന് വരും. അതാ. ഓക്കെ, നമ്മൾ 3 വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 4ാമത്തെ കൂടി വെക്കാം. ട്രെയിനിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടോ. ട്രെയിൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു.
ട്രെയിൻ വരുന്നുണ്ട്. ട്രെയിൻ വരുന്നുണ്ട് കേട്ടാ. നമ്മളെ ട്രെയിൻ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതാ ഇവിടെ സ്ഥലമുണ്ട്. ഇവിടെ വെക്കണം. ഇവിടെ സ്ഥലമുണ്ട്, പക്ഷെ വെക്കണ്ടെന്ന് തോന്നുന്നു ഗൈസ്. 4 വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ കളി കാണാം കേട്ടോ. നമ്മൾ ഗാലറിയിൽ നിന്ന് കണ്ടാൽ മതി. ട്രെയിനിപ്പോൾ ഒന്ന് ഇടിക്കും കേട്ടോ. എന്തൊക്കെയുണ്ടായേ ഗൈസ്? വണ്ടി പൊട്ടി തെറിച്ചു. നിറയെ വണ്ടി പൊട്ടി തെറിച്ചു കിട്ടത്. അതിൻ്റെ കഷ്ണമൊക്കെ കറുത്ത പുറകിൽ കെട്ടിയിട്ട സാധനങ്ങളൊക്കെ പൊട്ടി പൊളിഞ്ഞു വന്നു. ഇതൊക്കെ പൊളിഞ്ഞു വന്നു കേട്ടാ. വണ്ടി കരിഞ്ഞ് കിടക്കാണല്ലോ അവിടെ. ഓക്കെ ഗൈസ്, ഇത് മുഴുവൻ കത്തി കരിഞ്ഞു. ഓക്കെ, നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറയുമ്പോൾ ടാങ്കർ പോലത്തെ കേട്ടോ. പഴയ വണ്ടിയാണിത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ മറ്റേ ഗ്യാസ് ടാങ്കർ ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് പവർ ഇതിനകത്തേക്ക് ഉണ്ടെന്ന് കേട്ടോ. ഇതുകൊണ്ടൊക്കെ ഇടിക്കുമ്പോൾ വെഹിക്കിളൊക്കെ തെറിച്ച് പോകണ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെയും കൂടി വരാൻ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ തൂണും പിടിച്ചിട്ടാണെങ്കിൽ വരുമല്ലോ. ഇവിടെ വെക്കാനാണ്, പക്ഷെ എനിക്ക് എത്ര വെക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അവിടെ അവിടെ ഇടിച്ചാലേ നമ്മുടെ ഓർഡർ മുഴുവനും തെറ്റിപ്പോവും. അപ്പോൾ അതാണ് നമുക്ക് ഈ പോസ്റ്റിൻ്റെ ഇവിടെ ആയിട്ട് വെക്കണം. ഇവിടെ ആയിട്ട് ഇത് തന്നെ മതി തോന്നിട്ട്. ഒരു കാറ് ഞാൻ തപ്പി കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം അത് ഞാൻ മറന്നു. ഇത് ഏതിലാണ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതാ ട്രെയിൻ വരുന്നില്ല. ട്രെയിനിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടല്ലോ. ട്രെയിൻ വരുന്നുണ്ട് ഗൈസ്. ട്രെയിനിൻ്റെ എന്താ ഒച്ച കേൾക്കുന്നുണ്ടോ അവിടെ? ഇത് ഈ ഒറ്റടിക്ക് മിനിറ്റിൻ്റെ അകത്താണ് ട്രെയിൻ വരുന്നത്. ഇതൊക്കെ അവിടെ പോയി വെക്കാനാണ്. ഫ്രാങ്ക്ലിൻ നീക്കിയെടുത്താണ് സേഫാ. അതല്ലെങ്കിൽ വണ്ടി പൊട്ടി തെറിച്ച ഫ്രാങ്ക്ലിൻ ചാവുന്നു. വണ്ടി വരുന്നുണ്ട് ഗൈസ്. ഇവിടെ നിന്നിട്ട് കളി കണ്ടാൽ മതി. ഇവിടെ എനിക്ക് ടാങ്കറിൽ വലിയ പ്രതീക്ഷയില്ല. കാരണം ടാങ്കർ ആയതുകൊണ്ട് പൊട്ടിത്തെറിക്കാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ഫ്രാങ്ക്ലിനെ നീക്കി നിർത്തിയാണ്. ഇടിക്കാറായി ഇടിച്ചു. ഇത് മൂന്ന് പൊട്ടിത്തെറിച്ചു വിട്ടാ. ഇത് വയ്യോ ഫ്രാങ്ക്ലിനോടെ ഫ്രാങ്ക്ലിനോടെയാണ് ട്രക്കൊന്ന് ഫ്രാങ്ക്ലിന് ഇടിച്ചു പൊളിച്ചിട്ടു കേട്ടോ. ഇതൊക്കെ പൊട്ടിത്തെറിച്ചില്ലാണ്ട് ഇതൊക്കെ. ഫ്രാങ്ക്ലിന് ഇതിൻ്റെ അകത്തുണ്ടോ? ഫ്രാങ്ക്ലിൻ അവിടെ ഫ്രാങ്ക്ലിനോയി. സത്യം പറഞ്ഞാൽ ഫ്രാങ്ക്ലിനെ കാണാനില്ല കേട്ടോ. ആദ്യം ഇത് ക്ലിയർ ചെയ്യട്ടോ. അടുത്ത വണ്ടി വയ്ക്കാനുള്ള ടയറൊക്കെ പൊട്ടിത്തെറിച്ച് കിടക്കുന്നത്. ഫ്രാങ്ക്ലിനാണ് ഞാൻ ഇപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ. ഫ്രാങ്ക്ലിൻ പേടിച്ചു സത്യം പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ വയ്ക്കാൻ പോകണം. നമ്മൾ നീളമുള്ള വണ്ടി, അതായത് ബസ്സാണ്. നമ്മൾ ബസ് നിരത്തി വയ്ക്കാൻ പോകാം അങ്ങോട്ട്. നമ്മൾ വിഷുവിന് പടക്കം പൊട്ടി വേണം നിരത്തി വയ്ക്കാൻ പോകട്ടാ. ഫുള്ളായിട്ട് നമ്മൾ നിരത്തി വയ്ക്കാൻ പോവാം ബസ്. ഓക്കെ, കുറച്ച് നീക്കി അടുപ്പിച്ച് വയ്ക്കാട്ടാ. പൈസ നമ്മൾ ഫുള്ള് നിരത്തി അങ്ങോട്ട് ഇടാൻ പോവാ. ഇല്ല, ഇനി ഇതും കൂടെ ഉള്ളു. ഇവിടെ വെക്കണം. ഇവിടെ വെക്കേണ്ട ആവശ്യമില്ല തോന്നുന്നു. കുടുങ്ങിയത് ഇല്ല. കറക്റ്റ് ഷേപ്പ് സെറ്റ് ട്രൈസ്. നമ്മൾ 1 2 3 4 5 6 വെച്ചിട്ടുണ്ട് ട്രൈസ്. ഈ 6 ബസ്സിനെ കൊണ്ട് ഈ ട്രെയിന് നിർത്താൻ പറ്റണം ട്രൈസ്. നമ്മൾ നോക്കാൻ വേണ്ടി സൈഡിലും കൂടി തന്നെ വെച്ച് കൊടുക്കുക. സൈഡിൽ വെക്കണം എന്തിനാണെന്ന് വെച്ചാൽ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. ഇനി സൈഡിലേക്ക് പോകേണ്ടത് കാരണം ട്രൈസ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് 2 വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 3 അങ്ങോട്ട് വെച്ച് കൊടുക്കാം, കുറച്ചും കൂടി പവറിന് വേണ്ടിയിട്ടേ. ഓക്കെ, ഇനി ഈ സൈഡിൽ വെച്ച് കൊടുക്കാം. ഇനി അറ്റത്തും കൂടി വെച്ച് കൊടുക്കാം ടൈസ്. ഓക്കെ, ഇനി എനിക്ക് കുറച്ചെങ്കിലും ഒരു 10% പ്രതീക്ഷയുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ. ട്രെയിനിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടോ. ട്രെയിൻ വരാറായിട്ടുണ്ട്. എനിക്കൊരു 10% പ്രതീക്ഷ ഉണ്ട്. കാരണം നമ്മളിപ്പോൾ 6 1 2 3 4 10 ബസ് വെച്ചിട്ടുണ്ട് ടൈസ്. 10 ബസ് വെച്ചിട്ടുണ്ട് നമ്മളപ്പോൾ. ഈ 10 ബസ്സിനോട് നിർത്താൻ പറ്റുമെന്ന് നമ്മൾ നോക്കാൻ പോകണം കേട്ടോ. ഓക്കെ, ട്രെയിനിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടോ. ട്രെയിൻ ഇപ്പോൾ വരുന്നു തോന്നുന്നു. ട്രെയിൻ ആ സൈഡിൽ കൂടെ വന്നു വെച്ചാൽ നമ്മൾ പെട്ടു. ട്രെയിൻ ഒച്ച കേൾക്കണം. ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ. അതാ 10 ബസ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ട്രെയിനിനെ കൊണ്ട് 10 ബസ്
നിർത്താൻ പറ്റണം ടൈസ് നമ്മൾ നോക്കാൻ പോണത്. ട്രെയിനെ കൊണ്ട് പറ്റുന്നില്ല, എന്നാലും ജസ്റ്റ് ഫോർ എ ഓഫ് ഇടിക്കിപ്പോൾ അതന്നെ. കമോൺ, പൊട്ടിച്ചോ ബൈ. ഒരെണ്ണം പൊട്ടി, 2 പൊട്ടി, 3 പൊട്ടി. ഇത് മുഴുവൻ പൊട്ടിത്തെറിയാണ്ടത് അകത്തൊക്കെ. അകത്തൊക്കെ അതാ നമ്മുടെ 2 ബസ് ഇവിടെ കിടക്കുന്നുണ്ട്. അല്ല, ഒരു ബസ് അവിടെ കിടക്കുന്നത്. 2 ബസ് വലിച്ച് തേച്ച് ഒരച്ച് കൊണ്ടുപോകണ്ട ഗൈസ്. വാട്ട് ഗൈസ്, ഇതൊക്കെ ഞാൻ കുറച്ചുകൂടി മുന്നിൽ കാണിച്ചു തരാട്ടാ. പക്ഷെ ഇതൊക്കെ നമ്മുടെ ട്രെയിനിൻ്റെ ബോഗിയിൽ എവിടെ അത് കാണില്ലല്ലോ. ഗൈസ് ഇതാ കിടക്കുന്നു. ഗൈസ് നമ്മുടെ ട്രെയിനിൻ്റെ ബോഗിയിൽ ബസ് കയറിയിരുന്നു, എന്നിട്ട് അതിൻ്റെ മേൽക്കൂടെ നിന്നിട്ട് ട്രാവൽ ചെയ്യുക ഗൈസ്. അത് കൊള്ളതാ. നമ്മുടെ ബസ്സൊക്കെ പൊട്ടി തെറിച്ചതാ കിടക്കുന്നു ഗൈസ്. 10 ബസ്സിനെയും അരിച്ചരച്ച് ചമ്മന്തി ആക്കിയിട്ടാണ് ഗൈസ് നമ്മുടെ ട്രെയിൻ പോയിക്കണേ. നമ്മുടെ ബസ്സൊക്കെ ഏതോ കണ്ടത്തേക്ക് പോയിട്ടൊക്കെ കിടക്കണം. എന്തായാലും ഇത് ഈ സൈഡിൽ കൊണ്ടേ മുക്കി കൊണ്ടുപോയിട്ട് ഇടാട്ടാ. ഈ ബസ് പൊട്ടി തീർച്ചിട്ടില്ല കേട്ടോ. എല്ലാ ബസ്സും പൊട്ടി തീർച്ചു കേട്ടോ. ഇട്ട 10 ബസ്സും പൊട്ടിയിട്ടുണ്ട് ഈ ബസ് ഒഴിച്ചിട്ട്. ഇത് നോക്കി ഒരെണ്ണം അവിടെ കുടുങ്ങി കിടക്കണ്, മുഴുവൻ പൊട്ടി തെറിച്ചു. ഇനി എന്താ ഉള്ളത്? ഇനി നമുക്കൊരു കിടിലം വണ്ടി വെക്കാട്ടോ ഗൈസ്. കിടിലെന്ന് വെച്ചാൽ എനിക്ക് ഈ വണ്ടിയിൽ പ്രതീക്ഷ ഉണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ ആ വണ്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് എവിടെ നോക്കട്ടെ. ഇതല്ലല്ലോ, വണ്ടിയാണെങ്കിൽ കാണുന്നില്ല. ട്രക്കിലാണോ അത്? ആ വണ്ടി എവിടെയാ? കിട്ടി. ഇതാണ് ടൈസ് നമ്മുടെ സിറ്റി ഹെലികോപ്റ്റർ. ഈ ഹെലികോപ്റ്ററിനെ കൊണ്ട് നിർത്താൻ പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷ കുറച്ചെങ്കിലും ഉണ്ട്. കാരണം ഈ സിറ്റി ഹെലികോപ്റ്റർ നല്ല പവറാണ്. പക്ഷേ ഹെലികോപ്റ്ററിൻ്റെ സൈഡിൽ നിന്ന് ഇടിച്ചത് എന്തായാലും പൊട്ടൂട്ടാ. അത് വേറെ കാര്യം, പൊട്ടുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ 3 ഹെലികോപ്റ്റർ ഇപ്പം നമ്മൾ വെക്കുള്ളൂ. ഫ്രാങ്ക്ലിനോട് നീക്കി നിർത്താം, പൊട്ടി തെറിക്കുന്നുള്ള ഉറപ്പാണ്. പക്ഷെ എനിക്കിത് നിർത്താൻ പറ്റുന്ന ഒരു ചെറിയൊരു വിശ്വാസമാണ്. ആ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വയ്ക്കുമ്പോൾ ട്രെയിൻ വരുന്നുണ്ടോ ഗൈസ്? അപ്പോൾ അവിടെ നോക്കിയാൽ ട്രെയിൻ വരണ കാണാട്ടാ. വാവ്, ഓക്കെ. 3 ഹെലികോപ്റ്ററൊക്കെ ഉള്ളല്ലോ അവിടെ. ഇതെന്തായാലും പൊട്ടുമെന്ന് അറിയാട്ടോ സത്യം പറയാം. ഇതിന് പക്ഷേ പവറുണ്ട്. സിറ്റി ഹെലികോപ്റ്റർ ഉണ്ട്. ഇടിച്ചു ഒറ്റടിക്ക് ചമ്മന്തി ഉണ്ട് ഗൈസ്. അതതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചോണ്ട് പോയേ. ഇതൊക്കെ ചുമരൊക്കെ പൊളിഞ്ഞു കേട്ടോ അവിടുത്തെ. ഇതൊക്കെ അതിൻ്റെ അകത്ത് പൊട്ടി തെറിക്കണത്. ഇതിൻ്റെ അകത്ത് എന്താ നടക്കണത്? ഇതിൻ്റെ അകത്ത് എന്താ ഇപ്പം നടന്ന്? ഗൈസ് ഹെലികോപ്റ്റർ പൊട്ടി നടക്കണ്. അവിടെ എന്താണ് ഗൈസ് നടക്കണിപ്പോൾ? വാട്ട്? ബസ് ഫുള്ള് സ്റ്റക്കായിട്ടിരിക്കണ്ട ബസ്സൊക്കെ. നോക്കിയേ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വരുന്ന ബസ്സൊക്കെ കൂടെ പെട്ട് കിടക്കാണ്ട. ഹെലികോപ്റ്റർ ഇവിടെ വരെ എത്തി. ഹെലികോപ്റ്റർ ഇവിടെ ഒക്കെ കിടക്കുന്നു കേട്ടോ ഗൈസ്. എന്തായാലും പൊട്ടി തെറിഞ്ഞ അറിയാം ഗൈസ്. ഒറ്റയടിക്ക്, അതായത് ഫസ്റ്റ് ഹെലികോപ്റ്റർ ഒറ്റയടിക്ക് പൊട്ടി തെറിച്ചു. അതിൻ്റെ പാർട്സൊക്കെ കിടക്കണം നോക്കിയേ. ഇനി ഇതൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ. ഇനി വേഗം മാറ്റണം. ഇത് അപ്പം ട്രെയിൻ വരണ്ടേ, അതാ ഇതങ്ങനെ ഒരു സീന്. ഇതും കൂടി എടുത്ത് മാറ്റാം. ഇതെന്തായാലും എയറിൽ നിർത്തിയുണ്ട് കേട്ടോ. ഓക്കെ, സന്ധ്യ ആറായുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഇത് നമ്മുടെ സിറ്റിയിൽ തന്നെ ഏറ്റവും വലിയ ഹൈറ്റുള്ള വണ്ടിയാണ് കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചാൽ ഹൈറ്റുള്ള വണ്ടി മീൻസ് ഹൈറ്റുള്ള ഹെലികോപ്റ്ററാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഏറ്റവും പവറുള്ള ഹെലികോപ്റ്റർ ഇതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെന്ന് പറയുമ്പോൾ മിലിറ്ററി ബേസിൽ യൂസ് ചെയ്യുന്ന ഹെലികോപ്റ്ററാണ്. മിലിറ്ററി ബേസ് എന്ന് പറയുമ്പോൾ കുറച്ച് പവറൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് നല്ല പവറാണ് കേട്ടോ വലിക്കാനത്. പുറകിൽ 2 എണ്ണം ഉണ്ട് കറങ്ങണത്. നമ്മൾ അവിടെ നിറച്ച് വലിച്ചു. എന്തിങ്ങനെ വന്നേ? ചെരിഞ്ഞൊന്നും ഇട്ടത് സത്യം പറഞ്ഞാൽ. നമ്മൾ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും നിർത്തിയാൽ മതി എന്നുള്ളത് നമുക്ക്. എങ്ങനെയും നിന്നാൽ മതി. അതുതന്നെയാണ് കേട്ടോ ഗൈസ്. നമുക്ക് വേറെ ഇതില്ല. 1 2 3 4 5 എണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ട്രെയിനിൻ്റെ അപ്പം ട്രെയിൻ വരും കേട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പം ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ ഗൈസ്.
നമ്മൾ 5 ഹെലികോപ്റ്റർ വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ മറികടന്നിട്ട് പോകുന്ന ടൈസ് നമ്മൾ നോക്കാൻ പോണേ. ആ ടണലിനകത്ത് നിറയെ വേസ്റ്റ് ഉണ്ട് കേട്ടോ, പൊട്ടിത്തെറിച്ച വണ്ടിയുടെ. വണ്ടി ഇടിക്കാൻ പോവാണ്. അയ്യോ പൊട്ടിത്തെറിച്ചു. അമ്മോ, അതിൻ്റെ അകത്ത് എന്തൊക്കെയോ നടക്കണ്ടല്ലോ. കഴിഞ്ഞ ഈ അറ്റത്ത് ഈ വേസ്റ്റിനെ കൊണ്ടെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ട്. നോക്കട്ടെ, അവിടെ ഇടിച്ചിട്ടെങ്കിലും നിൽക്കണോട്ടെ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോട്ടെ ഗൈസ്. പ്രതീക്ഷിച്ച പോലെ വന്നില്ല ഗൈസ്. നമ്മുടെ ഹെലികോപ്റ്ററൊക്കെ പൊട്ടി വെച്ചാൽ അതിൻ്റെ ഫാനൊക്കെ പോയി. ഓക്കെ, പൊട്ടി തീർച്ചു, എല്ലാം പൊട്ടി തീർച്ചു, മുഴുവനും പൊട്ടി. പക്ഷെ എനിക്ക് ഇതിലെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നു. മിലിറ്ററി ബേസിനൊക്കെ പൊക്കി കഷ്ടപ്പെട്ട് എടുത്തോണ്ട് വന്നതാണ് ഗൈസ്. അപ്പം ഇങ്ങനെ പോയി. അതുകൊണ്ട് അടുത്ത വണ്ടി എന്ന് പറയാ ചെന്നൈയിൽ ഹെലികോപ്റ്റർ അല്ല. ഹെലികോപ്റ്റർ വെച്ചുള്ള പരീക്ഷണം നിർത്തി ഗൈസ്. നമ്മുടെ സിറ്റിയിൽ തന്നെ ഏറ്റവും വലിയ തടിയ വണ്ടിയാണ് ഇത്. അപ്പോൾ ഇത് സിറ്റിയിലെ ഏറ്റവും വലിയ വണ്ടി, ആ വണ്ടി ഇതാണ്. അപ്പോൾ ഈ വണ്ടിയും വെച്ചിട്ടാണ് ടൈസിൻ്റെ അവസാനത്തെ പ്രതീക്ഷ. ഇത് കഴിഞ്ഞിട്ടൊരു വണ്ടി വരുന്നുണ്ട്, അതിലെനിക്ക് പ്രതീക്ഷയില്ല. അപ്പോൾ ഈ വണ്ടിയും കൂടി ഒരു പ്രതീക്ഷ ഉള്ളൂ. നമുക്ക് അവിടെ നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. പൊട്ടണേ പൊട്ടി തെറിക്കുക എന്തെങ്കിലും കേട്ടോ ഗൈസ്. 1 2 3 4 5 എണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും വെച്ച് കൊടുക്കണം. ഇനി ഉള്ളിലും വെച്ച് കൊടുക്കണം ഗൈസ്. ഉള്ളിലും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നിനൊരു കുറവ് വേണ്ട, മുഴുവനും വെച്ച് കൊടുക്കുക. നിർത്താനുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. രാത്രിയായോ, ട്രെയിനിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടല്ലോ. ട്രെയിൻ വരുന്നുണ്ട് ഗൈസ്. ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. ട്രെയിനിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. ട്രെയിൻ വരുന്നുണ്ട് ഗൈസ്. സെറ്റ്. അപ്പോൾ ഈ വണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ളതും തടിയ വണ്ടിയും നമ്മുടെ സിറ്റിയിൽ തന്നെ. അപ്പോൾ ഈ വണ്ടി നിർത്തുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇത് മുഴുവൻ ഇരുമ്പാണ് ഗൈസ്. പിന്നെ വലിയ തടിയുണ്ടായിരുന്നു. മറ്റേ ഡമ്പൊക്കെ എടുക്കണ വണ്ടിയാണ്, സിമെൻറ്റ് അതൊക്കെ കൊണ്ടുപോകണ വണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പവർ ഉണ്ടാവും കേട്ടോ, ഉണ്ടാണ്ടിരിക്കില്ല. ഒക്കെ നമ്മൾ ട്രെയിൻ വന്ന് ഇടിച്ചിടുക കേട്ടോ നമ്മൾ നോക്കാൻ പോണത്. അയ്യോ, ഇടിച്ചിടാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇത് പൊട്ടിത്തെറിക്കാനുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല കേട്ടോ. ഇത് പൊട്ടിത്തെറിക്കാനാവോ? ഓടിച്ചു അവിടെ പൊട്ടിയത്. അതിൻ്റെ അകത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ തീപ്പൊരി. ഇതെന്തത്? ഇതെന്തത്? ഇതെന്ത് തള്ളി കൊണ്ടുപോകണത്? അവിടെ ഹെലികോപ്റ്ററൊക്കെ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് എങ്ങനെ വരും നമുക്ക് നോക്കാം. അതവിടെ ബസ്സൊക്കെ താഴെ നടക്കും. നമ്മുടെ വണ്ടി അവിടെ നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വരുന്നു. എന്ത് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ. നമ്മുടെ വണ്ടി അവിടെ നമ്മുടെ വലിയ വണ്ടി അവിടെ അത് ഇതിൻ്റെ തുള്ളിലുണ്ടായിരുന്നല്ലോ, താഴെയൊന്നുമില്ല. സത്യം പറഞ്ഞാൽ അത് കാണാനില്ല കേട്ടാ. ഇതേതാ എവിടെയത്? ഇവിടെ ഒന്നുമില്ല. അവിടെ എന്തോ കാണാണ്ടില്ല. ഇത് ആദ്യം നമ്മൾ വെച്ചാൽ ഇതൊക്കെ പൊട്ടി തെറിച്ചു കേട്ടോ. കത്തി കിടക്കണ നോക്കി അവിടെ. അതിൻ്റെ ടയറൊക്കെ പൊട്ടി. ഒരു കാര്യമില്ലാത്ത വണ്ടി ഗൈസ്. ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മൾ എടുക്കാൻ പോണ വണ്ടി അതെന്ന് പറയുമ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ അത്ര വലിപ്പമുള്ള വണ്ടിയാണ് കേട്ടോ. ട്രെയിനിൻ്റെ അത്ര നീളം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ട്രെയിനിനെക്കാട്ടും വലിപ്പമുള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞപ്പോഴേ കാര്യം മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. രാത്രി കേട്ടോ, സമയം ഒന്ന് മാറ്റട്ടെ കേട്ടോ ഞാൻ. അതിന് മുന്നേ സെക്കൻഡ് ടൈമൊന്ന് മാറ്റട്ടെ, അല്ലെങ്കിൽ ഇവിടുന്ന് ബാക്ക് അടിക്കാൻ പറ്റുന്നില്ല. സ്പൂണർ മോഡ് ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടൈം ഒന്നിട്ടേ രാവിലെ ആക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ കണ്ണ് കാണില്ല. സെറ്റ് ടൈസ് നമ്മൾ രാവിലെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളെന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത വണ്ടി പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഏറ്റവും വലിയ വണ്ടി ടൈസ്. വലിയ വെച്ചാൽ വലിയ വണ്ടി. കാര്യം പിടിയിട്ടുണ്ട് നമ്മൾ ഏത് വണ്ടീനെ കുറിച്ചാണ് പറയണത്. നമ്മുടെ അടുത്ത വണ്ടി യെസ് ഗൈസ്, കാണിച്ചു തരാം ഗൈസ്. ഉണ്ടോ
നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലെയിനാണ് കേട്ടോ. ലോസ് ആൻഡോസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ പ്ലെയിനാണ് നമ്മൾ എടുത്തേക്കണത്. ട്രെയിൻ ഇത്ര നേരത്തെ വന്നാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് വൈകി പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഇതാണ് വയസ്സ്. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഇവിടെ വെള്ളത്തിൽ കൊണ്ടുപോയിട്ടില്ല. ഈ പ്ലെയിൻ കൊണ്ട് ഇനി ഗുണമില്ല. ഈ പ്ലെയിൻ എന്തായാലും ഇവിടെ കിടക്കട്ടെ വയസ്സ്. ഇതെന്തായാലും ഞാൻ അവിടെ കിടക്കട്ടെ. പൊട്ടി തെറിക്കാനി ഇല്ല ഗൈസ്. വഴി മുടക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ പ്ലെയിൻ വെക്കാനുള്ള സ്ഥലം ഇല്ല ഗൈസ്. നമുക്ക് ഇത് കുറച്ചും കൂടി മുന്നിലേക്ക് നീട്ടി വെക്കണതാണ് സേഫ്. ഇവിടെ വെച്ചാലേ ഇടിക്കില്ല. ഒന്നാമത് ഇവിടെ ഉണ്ട് ഗൈസ്, ഇത്ര സ്ഥലമുള്ളൂ. പ്ലെയിൻ എന്ന് പറയുമ്പോൾ ട്രെയിനിൻ്റെ അത്ര നീളമുണ്ട്, പിന്നെ അതിനെക്കാട്ടും ഹൈറ്റും ഉണ്ട്. നമുക്ക് ഈ പ്ലെയിൻ എടുത്തുകൊണ്ട് പോവാം. വേറെ പ്ലെയിൻ സ്പോണാക്കാൻ ബുദ്ധിമുട്ടാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഏറ്റവും സ്ഥലം കണ്ടുപിടിക്കുക, എന്നിട്ട് സ്പോണാക്കട്ടെ. ഈ പ്ലെയിൻ എന്തായാലും ഇവിടെ കിടക്കട്ടെ. നമുക്കൊരു സ്ഥലം വേണം ഗൈസ്. സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ആലോചിച്ചോളൂ ഗൈസ്. ലോസ് ആൻഡോസിൽ ഇപ്പോൾ ട്രെയിൻ പോണ സ്ഥലം എന്ന് പറയുമ്പോൾ ഇതാണ് മെയിൻ ഏരിയ എന്ന് പറയാം. ട്രെയിനിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. വേറെ സ്ഥലമൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ നമുക്കൊരു പ്ലെയിന് സ്പോണാക്കട്ടെ കേട്ടോ. ഓക്കെ സാർ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സ്ഥലം കണ്ടുപിടിച്ചിരുന്നിട്ട് ഇവിടെ പ്ലെയിൻ കൊള്ളുമെന്നാണ് തോന്നുന്നത്. ആ പ്ലെയിൻ എന്തായാലും അവിടെ കിടക്കട്ടെ, നമുക്ക് എടുക്കാം കേട്ടോ. ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഫ്രാങ്ക്ലിൻ നിൽക്കണം. അപ്പോൾ ഇവിടെ തന്നെയാണ് ഇത് സ്പോണാവണം. അത് കാരണം സീനുണ്ട് ഗൈസ്. വലിയ വണ്ടിയൊക്കെ നമ്മൾ നിൽക്കണവിടുത്തെ സ്പോണാവുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഫ്രാങ്ക്ലിൻ ഇവിടെ എവിടെയും വെച്ചിട്ടേ പ്ലെയിൻ മാത്രമായിട്ട് എടുത്തുകൊണ്ട് വരാം. അത് സ്പോൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഗൈസ്. ഓക്കെ, ട്രെയിൻ വന്നു കേട്ടോ. പോയതവേ ജെറ്റാട്ടോ വരുന്നില്ല. ജെറ്റ് വേഗം വാ. സ്പോണാവാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. ട്രെയിനും പോയി. ട്രെയിൻ പോയിട്ടാണ് നമുക്ക് അടുത്ത ട്രെയിൻ വരുന്ന വരെ കാത്തിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ വണ്ടി പ്ലെയിനൊന്നും എടുത്തിട്ട് ഇവിടെ വയ്ക്കട്ടെ. വാട്ട് എന്തൊക്കെ ഉണ്ടായേ? സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഭൂമിൻ്റെ അടിക്ക് പോയിട്ട് ഫ്രാങ്ക്ലിൻ അവിടെ വയസ്സ്. ഓക്കെ സെറ്റ്. ഫ്രാങ്ക്ലിൻ തിരിച്ചു വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രാങ്ക്ലിൻ ഇവിടെ വയ്ക്കാം. എന്നിട്ട് നമ്മുടെ പ്ലെയിൻ മാത്രമായിട്ട് എടുക്കട്ടെ കേട്ടോ ഞാൻ. ഓക്കെ, നമുക്ക് പ്ലെയിൻ കിട്ടിയിട്ടുണ്ട്. ട്രാക്ക് കാണാനില്ലല്ലോ. പ്ലെയിൻ നിങ്ങൾ കാണണമില്ല കേട്ടോ. ഭയങ്കര വലിപ്പമാണ്, ഒടുക്കത്തെ വലിപ്പം. സത്യമായി ഇത്ര വലിപ്പം ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മുടെ സ്ഥലം പോയത് കാണാനില്ല കേട്ടോ. അതായിരിക്കും തന്നെ സ്ഥലം പെട്ടെന്ന് കാണാണ്ടേ പോയി. ഓക്കെ, നമുക്ക് ഇവിടെ എന്തായാലും പ്ലെയിൻ ഒന്ന് തിരിച്ച് വെക്കാം കേട്ടോ ഗൈസ്. ആദ്യം തിരിച്ചെടുക്കട്ടെ. ഓക്കെ, കറക്റ്റ്. ഇവിടെ ഇങ്ങനെ വെച്ച സീനാണ്. ഓക്കെ, ഇങ്ങനെ വെച്ച ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇവിടെ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നന്നായതിന്. യെസ്, ഇത് കറക്റ്റായിട്ടൊരു ആംഗിളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം ഗൈസ്. നമ്മളിത് കൊണ്ടിട്ട് സൈഡിലേക്കാണ് കേട്ടോ പോകാൻ പോകുന്നത്. ഇവിടെ വെച്ചാൽ അവിടെ പോസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ എന്തോ പോസ്റ്റ് ഉണ്ടല്ലോ. പക്ഷെ അവിടെ എന്തോ പോസ്റ്റ് സാരില്ലേ. നമുക്ക് ഈ പാലത്തിൻ്റെ അവിടെ ഇട്ട് വെക്കാം കേട്ടോ. അപ്പം ഇനി നമുക്ക് നോക്കാം ഗൈസ്, നമ്മുടെ ട്രെയിനിനെ കൊണ്ട് പ്ലെയിൻ നിർത്താൻ പറ്റുമെന്ന്. ഇവിടെ ആയിട്ട് നമുക്ക് വെക്കാം കേട്ടോ. ഇത് വെക്കാന്ന് വെച്ചാലേ സ്ക്രീനിൻ്റെ ഒരു ചെറിയ സീനുണ്ട്. രണ്ടും കൂടി ഡബിളാവും. അപ്പോൾ തിരി ഇനി ഇത് പുറകേക്ക് കൊണ്ടുവരാം. ഓക്കെ കറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടോ. ഓക്കെ സെറ്റ് ഗൈസ്. നമ്മളെ ട്രെയിൻ വരുന്നുണ്ട് ഗൈസ്. നമ്മുടെ ട്രെയിനെ കൊണ്ട് നിർത്താൻ പറ്റാൻ നമ്മൾ നോക്കണത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നതാണ് കേട്ടോ. കാരണം വലിയ വണ്ടി വേഴ്സസ് വലിയ വണ്ടി ഗ്ലിച്ചടിക്കുന്നു. നോക്കി പ്ലെയിൻ്റെയും ട്രെയിനിൻ്റെയും വലിപ്പം കണ്ടോ ഗൈസ് നിങ്ങൾ? രണ്ടും ഏകദേശം ഒക്കെ ഒരേപോലെയാണ് കേട്ടോ. ഓടിച്ചു പൊട്ടി തെറിച്ചു. വാട്ട് ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഇത് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ ചാൻസ് ഉണ്ട്. സാരില്ല ഗൈസ്, എൻ്റെ ഒരു ഐഡിയ ഉണ്ട് ഗൈസ്. അപ്പോൾ ഈ ട്രെയിനിനെക്കാട്ടും സ്പീഡ് നമ്മുടെ
ക്യാമറയ്ക്ക് ഉണ്ട്. അപ്പോൾ ഈ ട്രെയിനെക്കാട്ടും സ്പീഡിൽ നമുക്ക് ആ പാലത്തിൻ്റെ അവിടെ നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അവിടെ ഒരു എൻഡിങ് ഉണ്ടല്ലോ, നമുക്ക് ഇതെന്തായാലും അവിടെ കൊണ്ടുപോയിട്ട് വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ്. എങ്ങനെയും നിർത്തി കിട്ടിയാൽ മതി എന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ബസ്സൊക്കെ പൊട്ടി തീർച്ചവിടെ കിടക്കും. നമുക്ക് എന്തായാലും ഇത് ഇവിടെ വെച്ച് നോക്കാം കേട്ടോ. ഓക്കെ, ഇതെന്തായാലും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര തന്നെ കിടക്കട്ടോ. വാട്ട് ഗൈസ് കണ്ട ഗ്ലിച്ചടിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ സൈഡിൽ കൂടെ ഒക്കെ ആയിട്ടാണ് പോണത്. അപ്പോൾ ഈ വണ്ടി ഇവിടെ നിർത്ത് മാറ്റട്ടെ കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ ഇത് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ലോസ് ആൻഡോസിലെ ട്രെയിനിൻ്റെ പവർ എത്രത്തോളമാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഗൈസ്. അപ്പോൾ അവിടെ ഇന്നത്തെ ഒരു തിരക്കുള്ള നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കണ്ട. അപ്പോൾ അടുത്തോടെ ഇനി കാണാം. ടാറ്റാ, ബൈ ബൈ.